ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് ഒരു ഗെറ്റ് ടുഗദറിൻ്റെ വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങൾ സ്കൂളിൽ പഠിച്ചിരുന്ന കൂട്ടുകാരെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിസ്മസിൻ്റെ അന്നാണ് ഗെറ്റ് ടുഗദർ വെച്ചിരുന്നത്. അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് പരിപാടി ആരംഭിക്കാം. അങ്ങനെ കേക്ക് മുറിക്കുന്നതാണ് കാണുന്നത്. ക്രിസ്മസ് ആയതുകൊണ്ടും പിന്നെ കുറച്ച് കൂട്ടുകാരൊക്കെ അവരുടെ ഫാമിലിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിലെ കുട്ടികൾ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ചേർന്ന് വളരെ സന്തോഷത്തോടെ കേക്ക് മുറിക്കുകയാണ്. കുറേ നാളായി കാണാതിരുന്ന കൂട്ടുകാരെല്ലാം കൂടെ ഒന്നിച്ച് കണ്ടതിൻ്റെ ഒരു സന്തോഷം എല്ലാവരുടെയും മുഖത്ത് കാണാനുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് മുറിക്കുകയാണ്. എല്ലാവരും വളരെ സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടി കേക്കൊക്കെ മുറിച്ച് എല്ലാവരും പരസ്പരം പങ്കുവയ്ക്കുന്നതൊക്കെയാണ് കാണുന്നത്. പിന്നീട് എല്ലാവരും അവരുടെ സ്കൂൾ കാലഘട്ടത്തെക്കുറിച്ച് അനുഭവങ്ങളൊക്കെ പറയുകയാണ്. മഹേഷ് കെ, സജീവ് എസ്, ജേക്കബ് കെ നയന, ജയേഷ് എം, ജയറാം എം, സന്തോഷ് കുമാർ, ബിപിൻ കെ, ഫൈസൽ നായിക്കുട്ടി, സന്തോഷ് സി കെ, പിന്നെ വേറെ ലിജി ജോൺസൺ, ഫൈസൽ പറഞ്ഞ കണക്ക് ആ ഒരു കുട്ടിക്കാലത്തെ സൗഹൃദം ബന്ധം എന്ന് വെച്ചാൽ നമുക്ക് യാതൊരു വിധമായ കെട്ടുപാടുകളോ മനസ്സിൽ യാതൊരു വിധമായ കളങ്കങ്ങളോ ഇല്ലാതെ ഹൃദയം കൊണ്ട് അങ്ങ് സ്നേഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ തന്നെല്ലാം എന്നൊക്കെ നമ്മൾ ഗുരുക്കന്മാരോട് കാണിച്ച ആ ഒരു ഗുരുത്വം. ഞാനൊക്കെ പഠിക്കാനൊക്കെ വളരെ ശരാശരിയിലും താഴെയായിരുന്നു. പിന്നെ എൻ്റെ സ്കൂളിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായി കഴിഞ്ഞാൽ അത് അച്ഛനറിയുകയും അച്ഛനിങ്ങനെ സാറുമാർക്ക് ഇങ്ങനെ സാറേ അവനെ നോക്കിക്കോണേ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഒരുപാട് ബോംബ് കൈവച്ചുകൊണ്ടായിരുന്നു അവിടെ ജീവിക്കുന്നത്. സാറുമാർ ഒരു ചോദ്യം ചോദിക്കുക, അഥവാ അറിയാവുന്ന ഉത്തരവാണെങ്കിൽ പോലും നമ്മൾ മറന്നു പോവുക. ഏഴാം ക്ലാസ് മാത്രം എന്നെ അവിടെ ഇറക്കിയിട്ട് മെയിനായിട്ടുള്ള കാരണം ഇവിടെ ഇരിക്കുന്ന രണ്ടുപേരുടെ പിതാവാണ് മഹാദേവ സാർ. മഹാദേവ സാർ എൻ്റെ ഫാദറിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഫാദർ ഒരു പ്രാവശ്യം ഡിസംബർ ലീവിന് വന്നപ്പോൾ വിളിപ്പിച്ചു, പറഞ്ഞ് ഞാൻ സണ്ണീന വിളിക്കുന്ന ഫാദറിനെ, ഇവനെ ഇവിടുന്ന് മാറ്റിയാൽ ഇവൻ രക്ഷപ്പെടും. അങ്ങനെ നമ്മളെ ഇവിടുന്ന് നല്ല മഠത്തിന് മാറ്റി 8, 9, 10 കോട്ടയം MD സെമിനാരി സ്കൂളിൽ ബോർഡിങ്ങിലാണ് ഞാൻ പഠിച്ചത്. അവിടുത്തെ 3 കൊല്ലം ജീവിതം വളരെയധികം മാറി. ഹോസ്റ്റലിലെ ജീവിതം പ്ലസ് നമ്മുടെ സ്കൂളിലെ വിദ്യാഭ്യാസമാണ്. ആ സ്കൂൾ വിദ്യാഭ്യാസത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് നമ്മൾ അഞ്ചൽ ഈസ്റ്റ് ഹൈസ്കൂൾ പറയുന്നത് അഞ്ചലിലെ ഏറ്റവും ഉന്നതമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിരുന്നു. അന്ന് ഈ ശബരിഗിരി സ്കൂൾ, അങ്ങനെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പോലും നിലനിൽക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അഞ്ചൽ ഈസ്റ്റ് ഹൈസ്കൂളിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ അഭിമാനകരമായ ഒരു കാര്യമായി. എൻ്റെ പേര് മഹേഷ്. 1987 ഈസ്റ്റ് ക്ലാസ് A ഡിവിഷനിൽ പഠിച്ച ആളാണ്. എൻ്റെ കൂടെ ക്ലാസ്സിൽ പഠിച്ചവരാണ് ഇരിക്കുന്ന ഭൂരിഭാഗം വിദ്യാർത്ഥികൾ. പക്ഷേ കൂടെ പഠിച്ച പെൺകുട്ടികളെ ഒന്നും ഇപ്പം വന്നപ്പോഴാണ് പക്ഷേ പ്രീതി ഒഴിച്ച്, ഇത് അയൽവാസിയാണ്, ബന്ധുവാണ് എങ്കിൽ പ്രീതി ഒഴിച്ച് ബാക്കിയുള്ളവരെയൊന്നും നേരിട്ട് എനിക്ക് പരിചയം ഇല്ലായിരുന്നു. അപ്പം ഗ്രൂപ്പിലൊക്കെ എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് എല്ലാ ഗ്രൂപ്പും ഞാൻ വാച്ച് ചെയ്യും. എൻ്റെ ഒരു ഔദ്യോഗിക ജീവിതത്തിൽ നമ്പർ എടുത്ത് അങ്ങനെയാണ് ഞാൻ എല്ലാവരെയും കാണുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ വന്ന്. എൻ്റെ എനിക്ക് 2 മക്കളാണ്. മൂത്താളിനെ കല്യാണം കഴിച്ച് അവള് പത്തനംതിട്ട കളക്ടറേറ്റിൽ ജോലി ചെയ്യുന്ന, മോനെ ജോലിയുണ്ട്. രണ്ടാമത്തെ ആള് സൗമ്യമാണ് പേര്. ഹൗസ് വൈഫാണ്.
സൗഹൃദങ്ങൾ സ്വർണം പോലെയാണ്, എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നന്നായിരിക്കുന്നതാണ്. എല്ലാവർക്കും ഹാപ്പി. അങ്ങനെ സ്കൂൾ കാലഘട്ടത്തിലെ ഓർമ്മകളും അവരുടെ അനുഭവങ്ങളും ഒക്കെ എല്ലാവരും പങ്കുവച്ചു. അതിനുശേഷം ഫാമിലിയൊക്കെ എല്ലാവരും പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തു. പിന്നീട് വിഭവസമൃദ്ധമായ സദ്യയായിരുന്നു. പായസം സഹിതം ഉള്ള വളരെ വിഭവസമൃദ്ധമായ സദ്യയായിരുന്നു. വെജും നോൺ വെജും ഒക്കെ ഉണ്ടായിരുന്നു. ആൾക്കാർക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാമായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് സദ്യയൊക്കെ സന്തോഷത്തോടെ കഴിക്കുകയാണ്. ഏതെല്ലാം ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ സ്കൂൾ കാലഘട്ടത്തിലുള്ള ഗ്രൂപ്പ്, അതുപോലെ സ്കൂൾ കാലഘട്ടത്തിലുള്ള കൂട്ടുകാരാണ് ഏറ്റവും മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്നതെന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടു. അത് നമ്മുടെ ആ സന്തോഷത്തിൽ കാണാനും ഉണ്ടായിരുന്നു. എല്ലാവരും ആ പഴയ സ്കൂൾ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോയതുപോലെ തോന്നി. അത്രയ്ക്കും വളരെ സന്തോഷപ്രദമായ നിമിഷങ്ങളായിരുന്നു നമുക്ക് അന്ന് അവിടെ ഒത്തൊരുമയോടെ എല്ലാവരും കൂടെ പങ്കെടുത്തപ്പോൾ ഉണ്ടായിരുന്നത്. അതുപോലെ എല്ലാവരും വിഭവസമൃദ്ധമായ സദ്യയൊക്കെ കഴിച്ചു. അതിനുശേഷം എല്ലാവരും പിന്നീട് ഫോട്ടോയൊക്കെ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഫാമിലിയൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് അതും ഒരു വലിയ സന്തോഷമായിരുന്നു. പലരുടെയും ഫാമിലി, അവരെയൊക്കെ പരിചയപ്പെടാനും കഴിഞ്ഞു. പിന്നീട് ഫോട്ടോ സെഷനായിരുന്നു. ഗ്രൂപ്പായിട്ട് എല്ലാവരും ഫോട്ടോ എടുത്തു. വിത്ത് ഫാമിലി സഹിതമുള്ള ഫോട്ടോ ഉണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും അവരവരുടെ സന്തോഷത്തിൻ്റെ അനുസരിച്ച് അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരുടെ കൂട്ടുകാരുമായിട്ടുള്ള ഫോട്ടോകൾ ധാരാളം എടുക്കുന്നുണ്ടായിരുന്നു. എല്ലാം കൊണ്ടും വളരെ മനോഹരമായ ഒരു ദിവസമായിരുന്നു ഞങ്ങളുടെ ഗെറ്റ് ടുഗദർ ദിവസമായ ക്രിസ്മസിൻ്റെ അന്ന്. ഇനിയും എത്രയും പെട്ടെന്ന് വീണ്ടും ഒത്തൊരുമയോടെ ഒത്തുചേരാൻ പറ്റുമെന്നാണ് നമ്മുടെ വിശ്വാസം. എല്ലാവർക്കും ഇതേപോലെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവുമെന്ന് കരുതുന്നു. ഗ്രൂപ്പുകൾ ഇതുപോലെ ഉണ്ടാവുകയും അതുപോലെ അതിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളത് വളരെ സന്തോഷപ്രദമായ നിമിഷമാണ്. അങ്ങനെ വളരെ സന്തോഷകരമായൊരു ദിവസമായിരുന്നു ഞങ്ങളുടെ ഗെറ്റ്